ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഗ്രാമബിൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഓൾസോ കോൾഡ് ആസ് PUT. Okay, it is also called sometimes called as complementary SCR. Okay, so this is also a triggering device. So triggering device to trigger the SCR or triac. So triggering device എന്ന് ഉദ്ദേശിക്കുന്നത് SCRനെയും ട്രയാക്കിനെയും എല്ലാം ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്. ഓക്കെ, സോ ഇത് കൺസ്ട്രക്ഷൻ വൈസ് ഒരു SCRന് സിമിലർ ആണ്. വർക്കിംഗ് വൈസ് ഇറ്റ് ഈസ് സിമിലർ ടു എ UJT. ഓക്കെ, സോ SCRന് സിമിലർ ആയതുകൊണ്ട് ദിസ് എ 4-layer സെമി കണ്ടക്ടർ സ്വിച്ചിങ് ഡിവൈസ് വിത്ത് 3 terminals. ദ ടെർമിനൽസ് ആർ കോൾഡ് ആസ് ആനോഡ്, കാത്തോഡ് ആൻഡ് ഗേറ്റ്. ഓക്കെ, സോ അതിൻ്റെ സ്ട്രക്ചർ, കൺസ്ട്രക്ഷനും സിമ്പിളും നോക്കാം. സോ സ്ട്രക്ചർ 4 layers, PN 4 ലെയർ ഉണ്ട്. ഓക്കെ, സോ ആ 4 ലെയറിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയർ P ലെയർ എന്നാണ് ഫസ്റ്റ് ടെർമിനൽ എടുക്കുന്നത്, കോൾഡ് ആസ് ആനോഡ്. ബോട്ടം N ലെയർ എന്നാണ് അടുത്ത ടെർമിനൽ എടുക്കുന്നത്, കോൾഡ് ആസ് കാത്തോഡ്. പിന്നെ ആനോഡിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള N ലെയർ എന്നാണ് ഗേറ്റ് ടെർമിനൽ എടുക്കുന്നത്. ഓക്കെ, SCRൻ്റെ കേസിൽ കാത്തോഡിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ലെയർ എന്നായിരുന്നു എടുത്തത്, വ്യത്യാസമുണ്ട്. ഓക്കെ, സോ നമ്മൾ PUTൻ്റെ കേസിൽ 3 ടെർമിനൽസ്, ആനോഡ് P ലെയറിന്ന്, കാത്തോഡ് N ലെയറിന്ന്, പിന്നെ ആനോഡിന് അഡ്ജസൻ്റ് ആയ N ലെയറിന്ന് ഗേറ്റ് ടെർമിനൽ. ഓക്കെ, സോ അതിൻ്റെ സിമ്പിൾ, സോ സാധാരണ നമ്മൾ ഡയോഡിനെ വരയ്ക്കുന്ന പോലെ വരച്ചു. പോസിറ്റീവ് സൈഡിൽ ആനോഡ്, നെഗറ്റീവ് സൈഡിൽ കാത്തോഡ്. ഓക്കെ, പിന്നെ ആനോഡ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ കേസിൽ, PUTൻ്റെ കേസിൽ ഗേറ്റ് ടെർമിനൽ എടുക്കാം. ഓക്കെ, സോ ഹിയർ വി ആർ ഹാവിങ് 3 ജംഗ്ഷൻസ്. യൂണി ജംഗ്ഷന് സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞു, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് 3 ജംഗ്ഷൻസ്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് ഒരു ജംഗ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ 4 ലെയർ, 3 ജംഗ്ഷൻസ്, 3 ടെർമിനൽസ്. കൺസ്ട്രക്ഷൻ വൈസ് ഇറ്റ് ഈസ് സിമിലർ ടു SCR, ബട്ട് വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പാരാമീറ്റേഴ്സ് ദി ആർ സിമിലർ ടു UJT. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇതിനെ പ്രോഗ്രാമബിൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു? ഓക്കെ, സോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് UJTൻ്റെ കേസിൽ അറിയാം, UJTയിൽ നമ്മൾ പഠിച്ച മെയിൻ 2 പാരാമീറ്റർ ആയിരുന്നു. ഒന്ന് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഈറ്റ ആൻഡ് പീക്ക് വോൾട്ടേജ് VP. ഓക്കെ, സോ ഈ PUTൻ്റെ കേസിൽ ഈ ഈറ്റ എന്ന പാരാമീറ്ററും VP എന്ന പാരാമീറ്ററും നമുക്ക് വേരി ചെയ്യാൻ പറ്റും, യൂസർക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസിങ് ദ എക്സ്റ്റേണൽ കമ്പോണൻസ് റെസിസ്റ്റേഴ്സ്. UJTൻ്റെ കേസിൽ ഈ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോയും പീക്ക് വോൾട്ടേജും ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ്, PUTൻ്റെ വർക്കിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, 4 ലെയർ ഉണ്ട്. അപ്പം അതിന് സൂട്ടബിളി SCRൻ്റെ എല്ലാം വർക്കിംഗ് പറയുന്ന പോലെ, അപ്പോൾ ഇതിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ടേൺ ദ PUT ഓൺ, ആനോഡിൽ പോസിറ്റീവ് കൊടുക്കും, കാത്തോഡിൽ അതിൻ്റെ നെഗറ്റീവ്. ആനോഡും കാത്തോഡിൻ്റെ ഇടയിൽ, ആനോഡിൻ്റെയും കാത്തോഡിൻ്റെയും ഇടയിൽ നമ്മൾ ആനോഡിൽ പോസിറ്റീവ് കൊടുക്കും, കാത്തോഡിൽ നെഗറ്റീവും കണക്ട് ചെയ്യും. ഓക്കെ, പിന്നെയുള്ളത് ഗേറ്റ് ടെർമിനലാണ്. ഗേറ്റ് ടെർമിനലിലും നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുക വിത്ത് റെസ്പെക്ട് ടു ദ കാത്തോഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ടുള്ള ബയാസിങ് അറേഞ്ച്മെൻറ്റ്, സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നോക്കാം. സോ ദിസ് ഫോംസ് എ ബയാസിങ് അറേഞ്ച്മെൻറ്റ്. സോ നമ്മളെ ഡിവൈസ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമ്മളെ ഡിവൈസ് PUT എന്ന ഡിവൈസ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ആനോഡിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ സപ്ലൈ കണക്ട് ചെയ്തു. പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു ആനോഡ്, നെഗറ്റീവ് ഓഫ് ദ സപ്ലൈ ഈസ് കണക്റ്റഡ് ടു കാത്തോഡ്. ഓക്കെ, ഇനി ഗേറ്റിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് കൊടുക്കുന്നത് ഇറ്റ് ഈസ് വയ എ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഫോംഡ് ബൈ ദ റെസിസ്റ്റേഴ്സ് RB2 ആൻഡ് RB1. ഓക്കെ, സോ RB2, RB1 ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ സപ്ലൈ VBB. അവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് ഗേറ്റിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് ദെർബൈ കിട്ടുക. ഓക്കെ, സോ VA കാരണം കറണ്ട് ഫ്ലോസ്, ആനോഡ് കറണ്ട് ഫ്ലോസ് IA, ദെൻ RB1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഗേറ്റ് വോൾട്ടേജ് ആയിട്ട് വരിക. ഓക്കെ, സോ ഗേറ്റ് ഇസ് കണക്റ്റഡ് ടു ജംഗ്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് RB1 ആൻഡ് RB2 വിച്ച് ഫോംസ് എ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കേസിൽ ഇപ്പം നോക്കുക, ആനോഡിൽ പോസിറ്റീവാണ്, കാത്തോഡിൽ നെഗറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. ഓക്കെ, സോ ഈ ഒരു PN ജംഗ്ഷൻ്റെ കേസിൽ നോക്കുക,
ഇവിടെയും പോസിറ്റീവ് വോൾട്ടേജ് ആണ്, എന്നിലും പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലും പോസിറ്റീവ് വോൾട്ടേജ് വരുമ്പം ഈ ഒരു ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ എന്താ വേണ്ടത് നമുക്ക്? ഈ ഗേറ്റിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കണം ആനോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ഡയോഡ് വെച്ചിട്ടുള്ള കേസ് അതന്നെ. ഓക്കെ, സോ ഒരു ഡയോഡിൻ്റെ കേസിൽ രണ്ട് സൈഡിലും പോസിറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നെങ്കിൽ, പി സൈഡിലും എൻ സൈഡിലും പോസിറ്റീവ് വോൾട്ടേജാണ് വരുന്നെങ്കിൽ, ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ പി സൈഡിലുള്ള പോസിറ്റീവ്, ഇവിടെ നമുക്ക് 10 വോൾട്ട് ഇവിടെ 6 വോൾട്ട് എന്ന രീതിയാണെങ്കിൽ ഇറ്റ് വിൽ കണ്ടക്ട്. പി സൈഡിൽ കൂടുതൽ പോസിറ്റീവ് വന്നാൽ കമ്പയർഡ് ടു എൻ സൈഡ്. ഓക്കെ, സോ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ആനോഡിൽ പോസിറ്റീവ്, കാത്തോഡിൽ നെഗറ്റീവ്, ഗേറ്റിൽ പോസിറ്റീവ്. അപ്പം ഈ ഒരു സാധനം ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ ഈ ഒരു സാധനം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ഗേറ്റിലുള്ള വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കണം ആനോഡിലുള്ള വോൾട്ടേജ്. ഓക്കെ, സോ വി എ എന്ന് പറയുന്നത് ആനോഡിലുള്ള വോൾട്ടേജ്, വി ജി എന്ന് പറയുന്നത് ഗേറ്റിലുള്ള വോൾട്ടേജ്. വെനവർ ആനോഡ് വോൾട്ടേജ് ലെസ് ദാൻ ദ ഗേറ്റ് വോൾട്ടേജ്, പി യു ടി ഓഫ് കണ്ടീഷനിലായിരിക്കും. വെനവർ ദ ആനോഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഗേറ്റ് വോൾട്ടേജ്, പി യു ടി ഓൺ കണ്ടീഷനിലേക്ക് പോകും. കാരണം എല്ലാ ജംഗ്ഷൻസും ബയസ് ആവും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ വർക്ക് ലൈക്ക് ആൻ SCR. യൂഷ്വലി ആ ഒരു ആനോഡ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഗേറ്റ് വോൾട്ടേജിനേക്കാളും 0.7 വോൾട്ട് അല്ലെങ്കിൽ 0.6 വോൾട്ട് എന്ന രീതിയിൽ വരണം. ഓക്കെ, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ആനോഡ് വോൾട്ടേജ് at which the PUT turns on is called as peak point voltage. ഓക്കെ, അപ്പം ഈ ഒരു ഗേറ്റ് വോൾട്ടേജ്, ഈ കേസിൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് RB1 ആണ്. അതിനെ സാധാരണ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ വെച്ച് എഴുതുന്ന പോലെ നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതൊരു സീരീസ് കണക്ഷൻ, RB1 RB2 സീരീസ് കണക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. വോൾട്ടേജ് അക്രോസ് RB1 എന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് VBB ഇൻറ്റു RB1 ഹോൾ ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2. ഓക്കെ, ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RB1 ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2. സോ ഇതിനെ നമ്മൾ മുമ്പേ എഴുതിയ പോലെ തന്നെ ആ റെസിസ്റ്റേഴ്സിനെ നമുക്ക് ഈറ്റയായിട്ട് എഴുതാം. ഈ കേസിൽ RB1 RB2 എന്നല്ല, നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തതാണ്. ഈ ഡിവൈസിനെ എക്സ്റ്റേണലി കണക്ട് ചെയ്തതാണ്. സോ ഈ RB1ൻ്റെ RB2ൻ്റെ എല്ലാം വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഈറ്റേൻ്റെ വാല്യൂ, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോൻ്റെ വാല്യൂ വേരി ചെയ്യാം. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് നമുക്ക് പീക്ക് പോയിൻറ്റിൻ്റെ വാല്യൂ വേരി ചെയ്യാം. ഓക്കെ, സോ ആദ്യം ഇപ്പം നമുക്ക് പീക്ക് പോയിൻറ്റ് ഗേറ്റ് വോൾട്ടേജിൽ 1 വോൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പീക്ക് പോയിൻ്റ് വോൾട്ടേജ് ഒരു 5 വോൾട്ടാണ് കിട്ടിയതെങ്കിൽ ഈ RB1 RB2നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പം ഗേറ്റ് വോൾട്ടേജ് 0.5 വോൾട്ട് ആകുമ്പോൾ പീക്ക് പോയിൻ്റ് എനിക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി 4 വോൾട്ട്. ഓക്കെ, സോ ഈറ്റ എന്ന റേഷ്യോനെ ഈ കേസിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ബൈ ദ പീക്ക് പോയിൻ്റ് ക്യാൻ ബി വേരിഡ്. ഓക്കെ, ഓൺ ആവുന്ന സമയത്തുള്ള ആനോഡ് വോൾട്ടേജിനെയാണ് പീക്ക് പോയിൻ്റ് വോൾട്ടേജ്. ഓക്കെ, ഈ കേസിൽ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് വേരി ചെയ്തിട്ട് ഈറ്റ വേരി ചെയ്യാൻ പറ്റും. അതുവഴി പീക്ക് പോയിൻ്റ് വോൾട്ടേജും വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് പ്രോഗ്രാമബിൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഗ്രാഫ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ദ ആനോഡ് വോൾട്ടേജ് ആൻഡ് ആനോഡ് കറണ്ട്. സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഇതുതന്നെയാണ്. ഓക്കെ, സോ ഇനീഷ്യലി ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പം VA ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കറണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കറണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ അത് കറണ്ടെല്ലാം ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തിയതിന് ശേഷം നമ്മൾ ഈ ആനോഡ് വോൾട്ടേജിന് ഫർദർ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആനോഡ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും ആൻഡ് കറണ്ട് വിൽ ബി ഇൻക്രീസിങ്. നമ്മളെ UJTൻ്റെ പോലത്തെ ഗ്രാഫ് തന്നെയാണ് ഇതിൻ്റെ കേസിലും കിട്ടുക. ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്: IA അലോങ് ദ X ആക്സിസ്, VA അലോങ് ദ Y ആക്സിസ്. ഓക്കെ, സോ ഇനീഷ്യലി VA ഇൻക്രീസ് ആവുന്ന സമയത്ത് IA ഇൻക്രീസ് ആവും. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് VA ഈക്വൽ ടു BP എന്ന വോൾട്ടേജ് വരെ അത് നടക്കുള്ളൂ. ആ പീക്ക് പോയിൻ്റ് വോൾട്ടേജിന് ശേഷം നമ്മളെ വോൾട്ടേജ്, ആനോഡ് വോൾട്ടേജ് ഡിക്രീസ് ആവും, പക്ഷേങ്കിൽ ആനോഡ് കറണ്ട് ഇൻക്രീസ് ആവും. ദാറ്റ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇനി ആനോഡ് വോൾട്ടേജ് ഡിക്രീസ് ചെയ്തുകൊണ്ട് വന്നു, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കോൾഡ് ആസ് എ വാലി പോയിൻ്റ് എത്തും. അതിനുശേഷം ആനോഡ് വോൾട്ടേജിന് ഡിക്രീസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇറ്റ് വിൽ റിമെയിൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ PUTൻ്റെ ഗ്രാഫ് ഒന്നുമില്ല. X ആക്സിസിൽ
ആനോഡ് കറണ്ട് വൈ ആക്സിസിലെ ആനോഡ് വോൾട്ടേജ്. ഇനീഷ്യലി ആനോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആനോഡ് കറണ്ടും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതും ഇൻക്രീസ് ആവും. പിന്നെ ആനോഡ് വോൾട്ടേജ് പീക്ക് പോയിന്റ് വോൾട്ടേജ് എത്തിയതിന് ശേഷം ആനോഡ് വോൾട്ടേജ് ഡിക്രീസസ് ആൻഡ് ആനോഡ് കറണ്ട് ഇൻക്രീസസ്. ദാറ്റ് ക്രിയേറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. Then as the anode current decreases and reaches anode voltage decreases and reaches the valley point, any further reduction in the anode voltage is not possible. Okay, so VA increase ചെയ്യും, initially VA increase ചെയ്യും, IA increase ചെയ്യും, സാധാരണ നോർമൽ പി എൻ ജംഗ്ഷൻ പോലെ ഡിവൈസ് ആക്ട് ചെയ്യും. ഇനി VAനെ ഫർദർ ഇൻക്രീസ് ചെയ്താൽ ജംഗ്ഷൻ സാച്ചുറേറ്റ് ചെയ്യും, അതിനുശേഷം കറണ്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷേ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും ടു എ ലെവൽ കോൾഡ് എസ് വാലി പോയിന്റ്. അതിനുശേഷം ഫർദർ ഡിക്രീസ് ഇൻ VA ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, പീക്ക് പോയിന്റിന് ശേഷം ഡിവൈസ് ഓൺ ആണ്. ഇനി ഇവിടെ പീക്ക് പോയിന്റിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആനോഡ് ടു കാത്തോഡ് വോൾട്ടേജ്, ആഫ്റ്റർ വിച്ച് PUT ജംപ്സ് ടു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഓക്കെ, സോ PUTൻ്റെ കേസിൽ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ സിമിലർ ടു SCR ആണ്, വർക്കിംഗ് സിമിലർ ടു UJT ആണ്. ഓക്കെ, സോ 4 ലെയർ, 3 ജംഗ്ഷൻ, 3 ടെർമിനൽ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സിമ്പല്, ബയാസിങ് അറേഞ്ച്മെൻറ്റ്, ഗ്രാഫ്.